ില്ല അതുപോലെ തന്നെ നിങ്ങളെ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിനും അവർക്ക് സമയമില്ല. പക്ഷെ അവർക്ക് താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ അവർ പ്രശ്നങ്ങളിൽ കൂടെ നിൽക്കുന്നതും ഏതറ്റം വരെയും പോകുന്നതും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. അപ്പൊ ഞാൻ അങ്ങനെയുള്ള വ്യക്തികളോട് എന്ത് കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. ഈ ഫേക്ക് ഫ്രണ്ട്സിനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകുന്നത് അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല വശങ്ങൾ പറഞ്ഞു തരാതിരിക്കുക എന്നതും അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വിൻ ചെയ്യുന്നത്, എങ്ങും നിങ്ങൾ ജയിക്കുന്നത് അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. പക്ഷെ അതവർ പുറമേ കാണിക്കില്ല. പക്ഷെ ഉള്ളുകൊണ്ട് വളരെ അധികം ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിരിക്കും നിങ്ങളോട് അവർ കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ജലസി എപ്പോഴും ഉണ്ടാകാം. ഫ്രണ്ട്സ് എന്ന് പറയുകയും മനസ്സിനുള്ളിൽ ഒരു കള്ളത്തരം നിങ്ങളോട് സൂക്ഷിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും അവരുടെ കാര്യങ്ങൾ നിങ്ങളോട് വിട്ടു പറയുകയില്ല. അവരുടെ കാര്യങ്ങളെല്ലാം വളരെ സീക്രട്ട് ആയിരിക്കും. ഒരു പക്ഷേ അത് നടന്നതിന് ശേഷം മാത്രമായിരിക്കും, അത് മറ്റുള്ളവർ പറഞ്ഞായിരിക്കും നിങ്ങൾ അറിയുന്നത്. നിങ്ങൾ അത്രയും കാലം ട്രൂ ഫ്രണ്ട് ആണ് എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ച വ്യക്തി നിങ്ങളോട് അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടക്കുന്ന ഒരു ടേണിംഗ് പോയിന്റ് നിങ്ങളോട് അറ്റ് ലാസ്റ്റ് മൊമെന്റ് വരെ ഹൈഡ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് നിങ്ങളോട് സൗഹൃദം തോന്നിയിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് അവർക്ക് അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കുകയും അത് ചോദിച്ചറിയുകയും ചെയ്യും. ഈവൻ നിങ്ങൾ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പല കാര്യങ്ങളും അവർ ചോദിച്ചറിയും. അതുകൊണ്ട് അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം എൻ്റെ അനുഭവത്തിൽ ഞാൻ ഈ പറഞ്ഞ വ്യക്തി എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് ഷെയർ ചെയ്യുമായിരുന്നു. ഞാൻ ഓൾറെഡി ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. കുറച്ച് അടുത്താൽ തന്നെ പെട്ടെന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അവരോട് ഷെയർ ചെയ്യും. അങ്ങനെ എനിക്ക് ധാരാളം പണി കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ വ്യക്തിയോട് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുമായിരുന്നു. ഈവൻ എൻ്റെ ഫാമിലിയുടെ കാര്യങ്ങൾ, ഇപ്പം എനിക്കറിയാം അങ്ങനെ കാര്യങ്ങളൊന്നും തുറന്ന് പറയരുതെന്ന്, പക്ഷേ എന്നെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറയുമായിരുന്നു. പക്ഷേ ഈ പുള്ളിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായ സമയത്ത് അത് നടന്നതിന് ശേഷം പിന്നീട് വേറൊരു ഫ്രണ്ട് പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ ഇവരോട് ഇത് ചോദിച്ചപ്പോൾ അത് ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നു, മേ ബി നീ മറന്നു പോയതായിരിക്കാം എന്നൊക്കെ പല പല റീസൺ പറഞ്ഞു. നമുക്ക് എന്തോ അൾഷിമേഴ്സ് ഉള്ള പോലെ പെരുമാറി. അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ട്രൂ ഫ്രണ്ട്സ് ആയിരിക്കില്ല. അത് ഉറപ്പായിട്ടും ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരിക്കും. മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുക വളരെ അധികം സൂക്ഷിച്ച് വേണം. കാരണം എല്ലാവരും സെൽഫിഷ് ആണ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ 180% അങ്ങനെയുള്ള ആൾക്കാർ തന്നെയായിരിക്കും ആണെന്നല്ല പറയുന്നത്. പക്ഷേ ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ വളരെ അധികം ലക്കിയാണ്. ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ലോങ് ടൈം മുന്നോട്ട് പോകുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ലക്കിയാണ്. കാരണം ഞാനിപ്പോൾ പ്രൊഫഷണൽ ആയിട്ടാണെങ്കിലും ഫാമിലി പരമായിട്ടാണെങ്കിലും എനിക്കുള്ള ഫ്രണ്ട്സിൻ്റെ ക്യാരക്ടേഴ്സ് ഒക്കെ എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം. അങ്ങനെ ഒരു ട്രൂ ഫ്രണ്ട്സിനെ കിട്ടാൻ തന്നെ വളരെയധികം പാടാണ്. ഇപ്പോൾ ഒരു പഴഞ്ചൊല്ലുണ്ട്, അതായത് നിങ്ങളുടെ പേരൻസിന് നിങ്ങളുടെ ഫേക്ക് ഫ്രണ്ട്സിനെ വേഗം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് നിങ്ങളുടെ ഫേക്കായിട്ടുള്ള ഒരു റിലേറ്റീവിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രൂ ഫ്രണ്ട്സിന് നിങ്ങളുടെ ഫേക്ക് ലവിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും.